ഹലോ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. സോറി, ഞങ്ങളുടെ വീട്ടിലേക്കാണ്. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. ഒരു 4 വീട് അപ്പുറമാണ് ഞങ്ങളുടെ വീട്. നിങ്ങളുടെ വീട് എന്ന് പറയാൻ കാരണം കല്യാണം കഴിയുന്നതൊക്കെ മുന്നേ, കുറച്ച് മുന്നേ ആയിട്ടാണ് കേട്ടോ വീട് പണിയൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അതിന് ശേഷം കോൾ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പം നിന്നിരുന്നതൊക്കെ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണെങ്കിൽ ഞാൻ ചേച്ചിയുടെ വീട്ടിലാണ് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ആണെങ്കിൽ പറയും എൻ്റെ വീട്ടിലാണ് പറയും. അപ്പോൾ ഞാൻ എവിടെ ആയിരിക്കുമ്പോൾ ഏത് വീട്ടിൽ എവിടെയാണ് വയ്ക്കുമ്പോൾ പറയും അത് അല്ല നമ്മുടെ വീട്ടിൽ നിന്ന് പറയും. അപ്പോൾ എനിക്ക് ആ ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീട് നിന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. കല്യാണം കഴിയാത്തതൊക്കെ മുന്നേ കേട്ടോ അങ്ങനെ പറയും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. വണ്ടി വാടകയൊന്നും കൊടുക്കണ്ട, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. സുഖമാണ് പോയി വരാൻ. 8-9 വേണ്ടറാ. പ്രത്യുഷിൻ്റെ കയ്യിൽ ബക്കറ്റ് കണ്ടില്ലേ, അവ മീൻ പിടിക്കണമെന്നുണ്ടേ. മുന്നൊക്കെ ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ പോയിരുന്നു. ഇപ്പോൾ സാഹചര്യം അങ്ങനെയല്ല. ഈ പെണ്ണിനെയും കൊണ്ട് മീൻ പിടിക്കാൻ പോക്കൊന്നൊക്കെ നടക്കൂല മോനെ. പിന്നെ അത് മാത്രമല്ല, തോട്ടിലും പുഴയിലൊക്കെ വെള്ളമുള്ളതാണ്. എന്നോട് എപ്പോഴും വിളിക്കുമ്പോൾ എല്ലാവരും പറയുന്നതാണ് കുട്ടീനെ നോക്കണം കേട്ടോ എന്നൊക്കെ. അങ്ങോട്ട് പോകാൻ നോക്കാം. അവൻ പറയാണ്ട് പുറത്തേക്കൊന്നും പോവില്ല. പക്ഷേ പോയി കഴിഞ്ഞാൽ ആവേശം മൂത്ത് കയ്യിലേക്ക് ചാടിക്കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. എനിക്ക് പേടിയാണ്. എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല. പുഴവക്കത്തൊക്കെ പുഴയുടെ അവിടെ വീട് നിന്നിട്ട് കരുന്നില്ല. നീന്താനും അറിയില്ല, ഒന്നും അറിയില്ല. ഒരുമിച്ച് ചാവേണ്ടി വരും മോനെ. അപ്പം ഞങ്ങളുടെ വീട് എത്തിയിരിക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ, ആൾ പോയിട്ടിപ്പോൾ 5 മാസമായി. അതിന് ശേഷം വീടിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. വല്ലാത്ത അവസ്ഥയായി പോയി. കാരണം ഞാൻ അവിടെ നിൽക്കില്ലായിരുന്നു. അവിടെ നിൽക്കണം പിള്ളേരെയും കൊണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ നിൽക്കാന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു. ആൾ പോയപ്പോൾ നിൽക്കുക തന്നെയായിരുന്നു. പിന്നെ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്ക് 2 കൂടി വയ്യാണ്ടായി. അപ്പോൾ 2 കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അതായത് എൻ്റെ വീടാണ്. ഇത് ഞങ്ങളുടെ വീട്. ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പെയിൻ്റ് അടിച്ചിട്ടൊക്കെ കുറേ കേട്ടോ ഫ്രണ്ട് ഭാഗത്ത്. ഇവള് ഉണ്ടായതിന് ശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നുല്ലോ. അപ്പോൾ ഞങ്ങൾ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചു. പക്ഷെ പുറം ഭാഗം ഒഴിവാക്കി, ഉള്ളിലൊക്കെ പെയിൻ്റ് അടിച്ചു. പിന്നെ 3 റൂമുകൾ ടൈലിടണ്ടായിരുന്നു, അതും കൂടി ചെയ്തു. അപ്പോൾ അതൊക്കെ വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഉണ്ടല്ലോ, ഈ ഉമ്മർത്തൊക്കെ പട്ടികൾ കയറി കിടക്കുകയും ആൾ താമസില്ലെങ്കിൽ അത് കാരണം കൊണ്ട് കസേരയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പ്രദേശമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആകെ മൊന്ത പിടിച്ചു കേട്ടോ. ഇപ്പം അടുത്ത് പുല്ലൊക്കെ വെട്ടുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് അങ്ങോട്ട്. അപ്പോൾ അവിടെയൊക്കെ വെട്ടി. അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ പറയാറുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ആകെ നിറച്ച് പുല്ല് നിറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി നിറയട്ടെ പറഞ്ഞു. ഈ സമയത്തൊക്കെ പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ മഴയല്ലേ, വീണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കും. പുല്ല് വെട്ടിയിട്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല, വൃത്തിയാക്കിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ എടുക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ വീടിൻ്റെ ഉൾവശമൊക്കെ വൃത്തിയാക്കലും കുറവാട്ടോ. ഞാൻ കുട്ടീനെ നോക്കാനും വീട്ടിലും ചിലപ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല, വന്നിട്ടൊക്കെ വേണം. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കലും കുറവാണ്. വീടിൻ്റെ ഉൾവശമൊക്കെ ആകെ അലമ്പായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പുറം ഭാഗം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആകെ കാട് പിടിച്ച സ്ഥലം കണ്ടില്ലേ. പ്രത്യുഷിൻ്റെ പഴയൊരു സൈക്കിൾ എടുക്കുന്നുണ്ട്. ഇവിടെ ആകെ കാട് മൊന്തയാണ്. കിണറിൽ മീനൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ബ്രാലിനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒക്കെ മൊന്തയായി. ഇതാ മൊത്തം മൊന്ത. പിന്നെ ഉണ്ടല്ലോ, ഓണത്തിനൊക്കെ പൂക്കളിടാൻ വേണ്ടിയിട്ട് ഈ സമയമൊക്കെ ആകുമ്പോൾ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. മറ്റേ എന്താണ് പൂവിന് പറയുക, കാവടിപ്പൂന്ന് അങ്ങനെ എന്തൊക്കെയാണ് പറയില്ലേ, ആ തരം പൂക്കൾ നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. അടുത്ത് പോയാൽ കാണാൻ നല്ല രസമാണ്. പൂമ്പാറ്റകളൊക്കെ ആയിട്ട് അത് നിറയെ ഈ സമയത്തുണ്ടാവും. അപ്പോൾ ഈ സമയം അത് വെട്ടണ്ടെന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ. റംബൂട്ടാനൊക്കെ ഉണ്ടായി കുറേ പൊട്ടിച്ചു. പിന്നെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അണ്ണാനും വവ്വാലും എന്തൊക്കെയാവോ തിന്നു പോയി. മൊത്തം തൊണ്ട് മാത്രമേ ഉള്ളൂ. ഉൾവശത്ത് അയ്യോടാ ചാവി എടുത്തിട്ടില്ല. ചാവി എടുക്കാണ്ട് വന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണ പരിപാടിയാണ്. ചാവി എടുക്കാൻ മറന്നിട്ട് വീണ്ടും പോവും. ഇതിനെയും കൊണ്ട് നടക്കാൻ ഇത് അവൾക്ക് മുറ്റത്തേക്ക് ഇറങ്ങണം എന്ന് പറയുന്നുണ്ട്. അയ്യോ മുറ്റത്തേക്ക് ഇറങ്ങല്ലേ.
എനിക്ക് ചെടികളൊക്കെ വെക്കാൻ ഇഷ്ടം തന്നെയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒന്നും നോക്കലില്ല. പിന്നെ പ്രഗ്നൻ്റ് ആയ സമയമൊക്കെ ഇപ്പോൾ നോക്കലൊക്കെ മാറ്റി. ഒന്നുമില്ല ഇപ്പോൾ. ചട്ടികളിലൊക്കെ ഒക്കെ എല്ലാതും നശിച്ചു. ഇനി ചെടി വന്നിട്ട് ഇനി കുട്ടി കുറച്ചുകൂടി വലുതായിട്ട് വേണം ചെടികളൊക്കെ നടാൻ. ഇവിടെയൊക്കെ മൊത്തം ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കണം എന്നാണ് വിചാരിക്കുന്നത്. ചാവി കിട്ടി. ചാവി തുറക്കേണ്ട രീതിയൊന്നും കാണിച്ചു കൊടുക്കരുത്, വല്ല കള്ളന്മാരും കയറി വരും. ചാവി 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 തുറക്കാൻ ആർക്കും അറിയാത്തല്ലേ. ചാവി എവിടെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കും. എന്താടാ അത് തുറക്കാൻ പറ്റുന്നില്ല. ആ അവിടെ തുണികൾ തോരട്ടുണ്ട് അല്ലേ ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇതാ ലൈറ്റ് ഇട്ട് ഇവിടെ സെറ്റിയില് പൊടി പിടിക്കാൻ വെച്ചിട്ടിട്ടതാട്ടോ. അതൊക്കെ ഇത് ഞങ്ങളുടെ ഹോളാണ്. പിന്നെ ഒരു റൂം കാണിച്ചത് ആകെ എന്താ പറയുക അലമ്പാക്കി ഇട്ടിട്ടുണ്ട്. ഉപയോഗിക്കാത്ത കാരണം ആകെ ഞങ്ങളിതൊക്കെ അടിപൊളിയാക്കിയിട്ട് ഒരു പ്രാവശ്യം വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി ഈ വീഡിയോ ആളെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ, ചേട്ടനെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ചീത്ത കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തുട്ടാണ് നീ ഒരു വൃത്തിയില്ലാത്ത വീട് എടുത്ത് കാണിച്ചത്, വീഡിയോ ഇട്ടത് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത വീട് ഇങ്ങനെ ആയിരിക്കും. പിന്നെ പിള്ളേരെ ഇടയ്ക്കൊക്കെ വന്ന് ഓരോന്ന് ആകെ വലിച്ചു വരിയിട്ടിട്ടോ. ഇത് ഞങ്ങൾ കിടന്നിരുന്ന റൂമാണ് കേട്ടോ. ഇവിടെ ആകെ ഇവിടുത്തെ ലൈറ്റ് പോയിരിക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നണത് എന്തോ ഉപയോഗിക്കാനായിട്ട് പറ്റിയതാ തോന്നുന്നു. പിന്നെ ഉണ്ടല്ലോ വെള്ളം ചോർച്ചുണ്ട് തോന്നുന്നു. ചെമ്പിൻ്റെ മുകളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കണ്ടോന്ന് ഡൗട്ടുണ്ട്. ഇവിടെ ടെറസിൻ്റെ മുകളിൽ അത് നോക്കണം. ഇത് കിച്ചണാണ്. കിച്ചനും ആകെ അലങ്കോലപ്പെട്ട് എടുക്കുകയാണ്. കഞ്ഞി വൃത്തിയാക്കി അടിപൊളിയാക്കി എടുക്കണം. അതൊരു ക്ലോക്ക്, വർക്ക് ചെയ്യാത്തൊരു ക്ലോക്കും ഉണ്ട്. ഇതാ ബാക്കിൽ എൻ്റെ സൈക്കിളില്ലടാ ചെറുത്, നീ മുന്നേ ഉപയോഗിച്ചാൽ ചെറിയ സൈക്കിള്, അതെടുക്കാം ഉണ്ണിക്ക് കൊടുക്കാൻ. അപ്പം ഞങ്ങൾ വീട് പൂട്ടി തിരിച്ചു പോന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് ഇവിടെ കയറണം കളിക്കാൻ. അവിടെ ഇരുന്ന് കളിക്കും കുറച്ച് നേരം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. തിക്കൻ തറ കൂട്ടുന്നുണ്ടല്ലേ ഇങ്ങടാ, സമ്മതിക്കില്ലേ അത് പോണത്. 2-3 പ്രാവശ്യം അവിടെ ഇരുന്നിട്ട് ശീലമായി തന്നെ. അവിടെ വീട് ആകെ പൊടി ഇതൊക്കെ പിടിച്ച് ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് ഇത്രയും ദിവസം അങ്ങനെ വീട് താമസമില്ലല്ലോ. അടച്ചു പൂട്ടി കിടന്നിട്ടൊരു ഈർപ്പത്തിൻ്റെയും പൊടിയുടെ ഒക്കെ ഒരു ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ, പൊടിയൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഉണ്ടല്ലോ എൻ്റെ ഫോണ്, ഞാൻ ഉപയോഗിക്കാറുള്ള ഫോണ് കേടാന്ന് വെച്ചാൽ സ്പീക്കറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് പറ്റി. ഒരു തവണ ശരിയാക്കിയതായിരുന്നു. പിന്നീട് വീണ്ടും നിലത്ത് വീണിട്ട് അത് കവർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിലത്ത് വീണപ്പോൾ അതിന് കംപ്ലൈൻറ്റ് വന്നു. അത് കാരണം ഹസ്ബൻഡിൻ്റെ പഴയ ഫോണാണ് കേട്ടോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതായതുകൊണ്ട് കുഴപ്പമില്ല. ആ ഫോൺ ഉപയോഗിക്കുമ്പോൾ കുഴപ്പമൊന്നും തോന്നില്ല. പിന്നെ വീഡിയോ എടുത്ത് അത് വേറൊരാൾക്ക് അയക്കുമ്പോഴൊക്കെയാണ് അതിൽ തീരെ സൗണ്ട് ഇല്ല എന്നുള്ളത് അവർ പറയുമ്പോഴാണ് അറിയണത്. അല്ലാതെ ഞാൻ ഉപയോഗിക്കുമ്പോൾ ആ ഫോൺ ഉപയോഗിക്കുമ്പോൾ എനിക്ക് വോളിയം വലിയ പ്രശ്നം തോന്നാറില്ല. പക്ഷേ അതിൽ വീഡിയോ എടുത്തിട്ട് വേറെ അയക്കുമ്പോൾ അത് തീരെ വോളിയില്ലാണ്ട് പിന്നെ എനിക്കും കേൾക്കണില്ല. ഞാൻ അപ്ലോഡ് ചെയ്ത 1-2 വീഡിയോ ഒന്നും തീരെ വോളിയം തീരെ കുറവാണ്. പിന്നെ പലരും പറഞ്ഞു തീരെ വോളിയില്ല എന്ന്. അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.